ഹായ് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബൈനറി ട്രീ മാക്സിമം പാത്ത് സം. ഇപ്പോൾ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് വായിക്കാം. A path in a binary tree is a sequence of nodes where each pair of adjacent nodes in the sequence has an edge connecting them. A node can appear in the sequence at most once. Note that the path does not need to pass through the root. The path sum of a path is the sum of nodes value in the path. Given the root of a binary tree, return the maximum path sum of a non-empty path. Okay, so നമുക്ക് ഒരു ട്രീ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ട്രീയിലുള്ള മാക്സിമം പാത്ത് സം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ പാത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ പറഞ്ഞിട്ടുണ്ട്, പാത്ത് എന്ന് പറയുന്നത് ഈസ് ജസ്റ്റ് എ സീക്വൻസ് ഓഫ് നോട്ട്സ് വേർ ഈച്ച് പെയർ ഓഫ് അഡ്ജസന്റ് നോട്ട്സ് ഇൻ ദ സീക്വൻസ് ഹാസ് എൻ എഡ്ജ് കണക്ടിങ് ദം. അതായത് ഈ ഒരു ട്രീ നോക്കുമ്പോഴത്തേക്ക് ഇതൊരു പാത്താണ്, 1 2 ഒരു പാത്താണ്, 1 3 ഒരു പാത്താണ്, പിന്നെ 2 1 3 എന്ന് പറയുന്നത് ഒരു പാത്താണ്. അപ്പൊ ഇങ്ങനെ ഈ പാത്ത്സ് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള മാക്സിമം സം കിട്ടുന്ന പാത്ത്, അതായത് ഈ നോഡിന്റെ വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സം, മാക്സിമം സം കിട്ടുന്ന പാത്താണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. അതായത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആയതുകൊണ്ട് 2 1 3 ആഡ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും മാക്സിമം സം കിട്ടുന്നത്. ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പല പാർട്സ് ഉണ്ടല്ലേ. അതായത് ഇതൊരു പാത്താണ്, പിന്നെ ഈ 9 - 10 27 ഒരു പാത്താണ്, 9 - 10 20 15 ഒരു പാത്താണ്. അപ്പൊ അങ്ങനെയുള്ള പല പാത്തുകളുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും മാക്സിമം സം കിട്ടുന്നത് ഈ ഒരു പാത്തിലാണ്, 15 27 നമുക്ക് മാക്സിമം പാത്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ റൂട്ടിൽ നിന്ന് നമ്മൾ DFS പോകുന്നു. DFS ഡെപ്ത് ഫസ്റ്റ് സെർച്ച് വെച്ച് നമ്മൾ എല്ലാ നോഡ്സിലോട്ടും ഐട്രേറ്റ് ചെയ്യുന്നു. നമ്മൾ എല്ലാ പോസിബിൾ പാർട്സിന്റെ മാക്സിമം സമ്മ് നമ്മളൊരു ആൻസർ വേരിയബിൾ വെച്ച് കമ്പയർ ചെയ്ത് അതിന്റെ മാക്സിമം വാല്യൂ നമ്മൾ അതിൽ സ്റ്റോർ ചെയ്യുന്നു. നമ്മൾ അങ്ങനെ DFS കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മാക്സിമം വാല്യൂ നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിത് കോഡ് ചെയ്യാം. കോഡ് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ഒരു ആൻസർ വേരിയബിൾ നമുക്ക് വെക്കാം. അത് ഇനിഷ്യലി ഇപ്പോൾ നമുക്ക് 0 എന്ന് വെക്കാം. പിന്നെ നമുക്കൊരു DFS ഫംഗ്ഷൻ വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫംഗ്ഷനെ വിളിക്കാം. DFSനെ നമുക്ക് റൂട്ട് വെച്ച് തന്നെ വിളിക്കാം. നോർമലി നമ്മൾ DFS വിളിക്കുന്ന പോലെ തന്നെ നമുക്ക് റൂട്ട് വെച്ച് വിളിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ DFS അപ്പോൾ ഈ പാരാമീറ്റർ നമുക്ക് കറണ്ട് എന്ന് നെയിം ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ചെക്ക് ചെയ്യാനുള്ളത് ഓരോ ലെവലിലുള്ള സം ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ അതായത് നമുക്ക് അറിയാം റൂട്ടിന്റെ വാല്യൂ നമുക്ക് ഈ ഓരോ ലെവലിലുള്ള സമ്മിന് നമുക്ക് കറണ്ട് സം എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് വെക്കാം. ഓക്കെ, അപ്പൊ ഈ കറണ്ട് സം എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് സം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ലെഫ്റ്റിലുള്ള സമ്മ് പ്ലസ് കറണ്ട് ഡോട്ട് വാല്യൂ പ്ലസ് റൈറ്റിലുള്ള സമ്മാണ് കറണ്ട് സം എന്ന് പറയുന്നത്. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇത് ഓരോ ലെവലിൽ പോകുമ്പോഴും നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഈ കറണ്ട് സം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഈ ഒരു ഇത് മാത്രമാണ് എടുക്കുന്നതെന്ന് വെക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു പാത്തിന്റെ സമ്മാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു പാത്തിന്റെ സം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലെഫ്റ്റിലുള്ള സമ്മ്, ഈ കറണ്ട് ഡോട്ട് വാല്യൂ, പിന്നെ റൈറ്റിലുള്ള സമ്മ്, ഇത് ഇത്രയും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ കറണ്ട് സം എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ നമ്മൾ ഓരോ നോഡിൽ എത്തുമ്പോഴും അതിന്റെ കറണ്ട് സം കണ്ടുപിടിക്കണം. അതായത് ഇപ്പൊ ഈ -10 നിൽക്കുന്നതെങ്കിൽ എന്താണ് കറണ്ട് സം എന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു ലെഫ്റ്റിലുള്ളതിന്റെ വാല്യൂ, ഈ നോഡിന്റെ വാല്യൂ പ്ലസ് ഈ റൈറ്റിലുള്ള മാക്സിമം സമ്മിന്റെ വാല്യൂ. അത് നമ്മൾ റിക്കേഴ്സീവ്ലി പോയി നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് കറണ്ട് സം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കറണ്ട് സം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ആൻസർ വേരിയബിളിന്റെ കൂടെ mat.max ആൻസർ കറണ്ട് സം എന്ന് നമുക്ക് വെക്കാം. ഓക്കെ, ആൻഡ് നമുക്ക് ഈ ആൻസർ വേരിയബിളിനെ എല്ലാം ഐട്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റിട്ടേൺ ചെയ്യാം. ഇതാണ് ഇനിഷ്യൽ ഐഡിയ എന്ന് പറയുന്നത്. അതായത് കറണ്ട് സം നമുക്കിനി ലെഫ്റ്റ് സം റൈറ്റ് സം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പക്ഷെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്. ലെഫ്റ്റിലുള്ള സമ്മ് നമ്മൾ കണ്ടുപിടിച്ചു, റൈറ്റിലുള്ള സമ്മ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് റിക്കേഴ്സീവ്ലി വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എഴുതാം. ഓക്കെ, എന്നാ അതും കൂടെ എഴുതിയിട്ട് നമുക്ക് പറയാം. അതായത് ഈ ലെഫ്റ്റ് സം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ വീണ്ടും റിക്കേഴ്സീവ്ലി DFS ഓഫ് കറണ്ട് ഡോട്ട് ലെഫ്റ്റ് എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ റൈറ്റ് സം എന്ന് പറയുന്നത് എന്താണ്? DFS ഓഫ്
കറണ്ട് ഡോട്ട് റൈറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വെച്ച് ലെഫ്റ്റ് സമം റൈറ്റ് സമം കിട്ടുന്നുണ്ട്. ഓക്കെ, ഡി എഫ് എസ് ഓഫ് കറണ്ട് ഡോട്ട് ലെഫ്റ്റ് എന്നും വിളിക്കുന്നുണ്ട്, ഡി എഫ് എസ് ഓഫ് കറണ്ട് ഡോട്ട് റൈറ്റ് എന്നും വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബേസ് കണ്ടീഷനും വേണം. അതായത് ഓക്കെ, ഇഫ് നോട്ട് കറണ്ട് ആണെങ്കിൽ സം എന്തായിരിക്കും? കറണ്ട് നള്ളാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സം എന്ന് പറയുന്നത് 0 റിട്ടേൺ ചെയ്യണം ആ സമ്മിലോട്ട്. ഓക്കെ, അപ്പോൾ നള്ള് പോകുമ്പോഴേ നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ ആവണമല്ലോ. ഓക്കെ, അതും വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ലെവലിലും നമുക്കിപ്പോൾ പാത്തായിട്ട് നമുക്ക് തിരിച്ചിതിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യണമല്ലോ. അതായത് ഈ ഫംഗ്ഷൻ നമ്മൾ ഇത് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഓരോ ലെവലിലും നമുക്ക് അതിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യണം. അതായത് ഞാനിപ്പോ എനിക്ക് ഈ ഒരു ടോട്ടൽ പാത്തിന്റെ വാല്യൂ ആണ് വേണ്ടതെങ്കിൽ എനിക്ക് ഇവിടെ ഈ പാത്തിന്റെ മാക്സിമം വാല്യൂ ഏതാണോ അത് റിട്ടേൺ ചെയ്യണമല്ലോ. അതായത് ഇപ്പോൾ ഈ നോഡ് റിട്ടേൺ ചെയ്യേണ്ട എന്തായിരിക്കും? ഐദർ ഈ പാത്ത് അല്ലെങ്കിൽ ഈ പാത്ത് ആയിരിക്കും. അപ്പൊ അത് എങ്ങനെയാ നോക്കുന്നത്? ഇതിന്റെ രണ്ടിന്റെയും മാക്സിമം വാല്യൂ, അതായത് ഈ നോഡ് റിട്ടേൺ ചെയ്യേണ്ടത് ഇതിന്റെ വാല്യൂ പ്ലസ് ഈ കറണ്ട് ഡോട്ട് വാല്യൂ പ്ലസ് ഇതിന്റെ മാക്സ് ഓഫ് ലെഫ്റ്റ് അല്ലെങ്കിൽ മാക്സ് ഓഫ് റൈറ്റ് ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ കറണ്ട് സം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ 3 എണ്ണത്തിന്റെ കണ്ടുപിടിക്കുമെങ്കിലും ഇതിന്റെ ചൈൽഡിലോട്ട് വരുമ്പോഴത്തേക്ക്, അതായത് ഈ ഒരു നോഡ് നോക്കുമ്പോൾ ഇതിന്റെ കറണ്ട് സം എന്താണ് നമ്മൾ ഇങ്ങനെ ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഓരോ ചൈൽഡും റിട്ടേൺ ചെയ്യേണ്ട എന്താണ്? ഒരു പാത്തിലേ റിട്ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന് ഇപ്പൊ അതായത് ഐദർ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ട് ഈ പാത്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ചൂസ് ചെയ്യാൻ വേണ്ടി ഇതിലെ രണ്ടിലുള്ള മാക്സിമം വാല്യൂ വേണം ഇത് റിട്ടേൺ ചെയ്യാൻ. രണ്ടും തമ്മിലുള്ള മാക്സിമം വാല്യൂ ഇതിനെ റിട്ടേൺ ചെയ്താലേ ഇതിന് ആ പാത്ത് കറക്റ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ഈ റിട്ടേൺ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ വരുമ്പോഴത്തേക്ക് ഈ കറണ്ട് ഡോട്ട് വാല്യൂ, ഓക്കെ, കറണ്ട് ഡോട്ട് വാല്യൂ പ്ലസ് മാത്ത് ഡോട്ട് മാക്സ് ഓഫ് ലെഫ്റ്റ് സം, ഓക്കെ, ലെഫ്റ്റ് സം കോമ റൈറ്റ് സം. അപ്പൊ നമുക്ക് ഓരോ ലെവലിലുള്ളതും ഒരു പാത്ത് റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. ആയതുകൊണ്ട് ലെഫ്റ്റിലാണോ മാക്സ് റൈറ്റിലാണോ അതിന്റെ ഏറ്റവും മാക്സിമം വാല്യൂ നമ്മൾ റൂട്ട് നോഡിൻ്റെ കൂടെ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഐഡിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സം കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഈ നെഗറ്റീവ് വാല്യൂസ് സമ്മിൽ വരുവാണെങ്കിൽ നമുക്ക് അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ലെഫ്റ്റ് സം നമ്മൾ ഓരോ ലെവലിലും കൺസിഡർ ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പകരം 0 കൺസിഡർ ചെയ്യണം. അപ്പൊ നെഗറ്റീവ് വാല്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ലെഫ്റ്റ് സമ്മിന്റെ അവിടെ നമുക്ക് മാറ്റ് ഡോട്ട് മാക്സ് ഓഫ് 0 കോമ ഇങ്ങനെ കൊടുക്കാം. അതായത് നെഗറ്റീവ് വാല്യൂസ് ഉണ്ടെങ്കിൽ 0 റിട്ടേൺ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെയും നമുക്ക് അതേപോലെ കൊടുക്കാം. മാറ്റ് ഡോട്ട് മാക്സ് ഓഫ് 0 കോമ ഡി എഫ് എസ് ഓഫ് കറണ്ട് ഡോട്ട് റൈറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് കറണ്ട് സം കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഇത് റിട്ടേൺ ചെയ്തു. എന്നിട്ട് നമ്മൾ ആൻസർ റിട്ടേൺ ചെയ്തോണ്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കൊരു ടെസ്റ്റ് കേസ് ഫെയിൽ ആയിട്ടുണ്ട്. അതായത് ഒരു -3 മാത്രമേ ഉള്ളൂ നമുക്ക് റൂട്ടിൽ. അപ്പൊ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ആൻസർ 0 എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പൊ നെഗറ്റീവ് വാല്യൂസ് വന്നാലും നമ്മൾ ഒരു നെഗറ്റീവ് വാല്യൂ അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളെങ്കിൽ അതിന്റെ മാക്സിമം വാല്യൂ ആണ് റിട്ടേൺ ചെയ്യണം. നമ്മൾ 0 വെച്ച് കമ്പയർ ചെയ്യുന്നത് കൊണ്ട്, ഇവിടെ 0 വെച്ച് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് നെഗറ്റീവ് വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ 0 ഒന്നേ റിട്ടേൺ ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ 0-ന് ഒരു ആൻസർ നെഗറ്റീവ് വാല്യൂസ് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി വെക്കാം, അതായത് ബിഗർ നെഗറ്റീവ് വാല്യൂ വെക്കാം. അപ്പോൾ അതിലുള്ള ഏറ്റവും മാക്സിമം വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതും സബ്മിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഡ്രൈ റൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് 1 2 3. സോ ഇനിഷ്യലി റൂട്ട് നമ്മൾ പാസ് ചെയ്യുന്നു, നമ്മൾ 1 പാസ് ചെയ്യുന്നു. ഇത് നള്ളല്ല. ലെഫ്റ്റ് സം നോക്കുമ്പോഴത്തേക്ക് 0 മാറ്റ് ഡോട്ട് മാക്സിമം ഡി എഫ് എസ് ഓഫ് കറണ്ട് ഡോട്ട് ലെഫ്റ്റ്. കറണ്ട് ഡോട്ട് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ 2 വരുന്നുണ്ട്, 2 പാസ്സായി. 2 വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സം വീണ്ടും അതിന്റെ കറണ്ട് ഡോട്ട് ലെഫ്റ്റ് ഇല്ല, നള്ളാണ്. റൈറ്റ് സമ്മും ഇല്ല, നള്ളാണ്. അപ്പൊ നമ്മളിവിടെ കറണ്ട് സമ്മിലോട്ട് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ലെഫ്റ്റ് സമ്മ് കറണ്ട് ഡോട്ട് വാല്യൂ 2, ഇത് രണ്ടും നള്ളാണ്. അപ്പൊ കറണ്ട് സം കിട്ടി. കറണ്ട് സം നമ്മൾ ആൻസർ ആയിട്ട് വെച്ച് കമ്പയർ ചെയ്തു. അപ്പൊ ആൻസർ ഇപ്പൊ ഇനിഷ്യലി എന്താണ്? ആൻസർ 2 ആണ്. ആൻസർ 2 കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യണം കറണ്ട് ഡോട്ട് വാല്യൂ. ലെഫ്റ്റ് സം റൈറ്റ് സം ഇതിന്റെ നള്ളാണ്. അപ്പൊ റിട്ടേൺ കറണ്ട് ഡോട്ട് വാല്യൂ. അപ്പൊ എന്ത് പറ്റി? ലെഫ്റ്റ് സം നമുക്ക് 2 എന്ന് കിട്ടി. ഈ ഫസ്റ്റിന്റെ കോളിൽ നമുക്ക് 2 എന്ന് വാല്യൂ കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റൈറ്റ് സം പോയി. നമുക്ക് ഇവിടെ ഇപ്പോഴും ഇത് 1 തന്നെയാണ്. ഓക്കെ, ആ റിക്കേഴ്സീവ് കോള് കഴിഞ്ഞ്
അപ്പൊ തിരിച്ച് ഇത് വണ്ണിലോട്ട് തന്നെ വന്നു, എന്നിട്ട് വണ്ണിന്റെ റൈറ്റിലോട്ട് പോയി. റൈറ്റിലോട്ട് പോകുമ്പോഴും കറണ്ട് ഡോട്ട് റൈറ്റ് പോകുന്നു. അതും ഇതേപോലെ നോക്കുമ്പോഴത്തേക്ക് ചൈൽഡ് എല്ലാം ലെഫ്റ്റ് സമം റൈറ്റ് സമം വീണ്ടും റിക്കേഴ്സീവ് വിളിക്കുമ്പോൾ നള്ളാണ്. അപ്പൊ നമുക്ക് റൈറ്റ് സം 3 എന്ന് കിട്ടി. അപ്പോൾ 1 2 3 എന്ന് കിട്ടി. ഓക്കെ, കറണ്ട് പിന്നെ 1 2 3 എന്ന് കിട്ടി. അതിന്റെ മാക്സിമം വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ 3 വരുമ്പോഴത്തേക്ക് ആൻസർ 3 എന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് ആൻസർ ഇസ് ഈക്വൽ ടു മാറ്റ് ഡോട്ട് മാക്സ് അത് വെച്ച് കമ്പയർ ചെയ്തപ്പോൾ 3 ആയി. എന്നിട്ട് നമ്മൾ കറണ്ട് ഡോട്ട് വാല്യൂ ലെഫ്റ്റ് സം റൈറ്റ് സം നള്ളാണ്, അപ്പൊ അതും 3 എന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് സമം റൈറ്റ് സമം 3 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇത് ഇനിയിപ്പോ റൂട്ടിന്റെ കേസാണ്. അതായത് റൂട്ടിന്റെ കേസിലോട്ട് തിരിച്ചു വന്നു, നമ്മൾ ലെഫ്റ്റ് സമം റൈറ്റ് സമം കിട്ടി. അതുകൊണ്ട് കറണ്ട് സം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ ഇപ്പൊ ലെഫ്റ്റ് സം എന്ന് പറയുന്നത് ഇത് ഫുൾ ചേഞ്ച് ആയി. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സം എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ആൻഡ് ഇത് നമുക്കിപ്പോ ഓക്കെ ലെഫ്റ്റ് സം എന്ന് പറയുന്നത് 2 ആണ്. അത് കഴിഞ്ഞിട്ട് കറണ്ട് ഡോട്ട് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, ആൻഡ് റൈറ്റ് സം എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ മാറ്റ് ഡോട്ട് മാക്സ് ഓഫ് കറണ്ട് സം അതെന്തായി? ഇത് രണ്ടും കൂടെ വന്ന് ഇത് 6 ആയി. അപ്പൊ 6 ആയിട്ട് കമ്പയർ ചെയ്ത് 6 ആയി ആൻസർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്, റിട്ടേൺ കറണ്ട് ഡോട്ട് വാല്യൂ ഫൈനൽ DFSന്റെ ഇതിലോട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ട്. കറണ്ട് ഡോട്ട് വാല്യൂ മാറ്റ് ഡോട്ട് മാക്സിമം ഓഫ് ലെഫ്റ്റ് സം റൈറ്റ് സം വരുന്നുണ്ട്. അപ്പൊ ഇത് നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ പാത്ത് നമുക്ക് ഫൈനൽ പാത്ത് ഇത് തന്നെയാണ്. നമുക്ക് രണ്ടും കൂടെ റിട്ടേൺ ചെയ്ത് ആൻസർ 6 ആണെന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ആൻഡ് നമ്മൾ ഈ ഫംഗ്ഷന്റെ പുറത്ത് ഇറങ്ങുന്നു, ആൻഡ് ആൻസർ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ അതാണ് ആ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് എക്സാമ്പിൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ -10 വരുമ്പോഴത്തേക്ക് -10 ആണ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ DFS ഓഫ് -10. സോ ഇവിടെ കറണ്ടിൽ നമ്മൾ -10 എന്ന് വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇഫ് നോട്ട് കറണ്ട് റിട്ടേൺ 0, ആൻഡ് ലെഫ്റ്റ് സം നമ്മൾ പോകുമ്പോഴത്തേക്ക് മാറ്റ് ഡോട്ട് മാക്സ് ഓഫ് DFS ഓഫ് കറണ്ട് ഡോട്ട് ലെഫ്റ്റ്. അപ്പൊ വീണ്ടും ഈ കറണ്ട് ഡോട്ട് ലെഫ്റ്റ് വരുമ്പോഴത്തേക്ക് ഇവിടെ വീണ്ടും 9 വരുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മളിപ്പോൾ തൽക്കാലം നമുക്ക് മാറ്റാം. ഇത് 9 വരുന്നുണ്ട്. അപ്പൊ 9 വന്നിട്ട് വീണ്ടും ലെഫ്റ്റ് സം നോക്കുന്നു. ഇതിന്റെ കറണ്ട് ഡോട്ട് ലെഫ്റ്റ് നോക്കുമ്പോൾ ഇത് നള്ളാണ്, ലെഫ്റ്റ് സം നള്ളാണ്. റൈറ്റ് സം നോക്കുമ്പോഴും ഇവിടത്തെ ഇത് രണ്ടുമാണ്, ഇത് രണ്ടും നള്ളായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത് രണ്ടും നള്ളായിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓക്കെ ഇത് രണ്ടും നമുക്ക് നള്ളായിട്ട് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ആൻസർ വേരിയബിൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ആൻസർ വേരിയബിൾ ഇപ്പൊ കറന്റ്ലി 9 ആണ് നമ്മുടെ മാക്സിമം പാത്ത് സം എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 9ന്റെ ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് ഈ -10 വരുന്നു. ഓക്കെ, അപ്പൊ -10 ആണ് നമ്മുടെ കറണ്ട് ആയിട്ട് നിൽക്കുന്നത് ഇവിടെ. അപ്പൊ നമുക്ക് ഈ ലെഫ്റ്റ് സം നമുക്ക് 9 എന്ന് കിട്ടി. അത് കഴിഞ്ഞിട്ട് റൈറ്റ് സം നമ്മൾ നോക്കുന്നു. റൈറ്റ് സമ്മിന് വേണ്ടി നമ്മൾ വീണ്ടും കറണ്ട് ഡോട്ട് റൈറ്റ് പാസ് ചെയ്യുന്നു. അപ്പൊ എന്ത് പറ്റി? -10 മാറിയിട്ട് വീണ്ടും കറണ്ട് ഡോട്ട് റൈറ്റ്, അപ്പൊ 20 പാസ്സായി. ഓക്കെ, 20 പാസ്സായി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ലെഫ്റ്റ് സമ്മിലോട്ട് വരുമ്പോഴത്തേക്ക് കറണ്ട് ഡോട്ട് ലെഫ്റ്റിലോട്ട് വീണ്ടും പോകുന്നു. അതിന്റെ ലെഫ്റ്റ് പോകുമ്പോഴത്തേക്ക് കറണ്ട് ഡോട്ട് ലെഫ്റ്റ് 15 എന്ന് വരുന്നു. 20ന് ലെഫ്റ്റ് സം 15 എന്ന് കിട്ടുന്നു. അതേപോലെ റൈറ്റ് സം നമ്മൾ വിളിച്ച് വരുമ്പോൾ 7 എന്ന് കിട്ടുന്നു. അത് റിട്ടേൺ ചെയ്യുന്നു. കറണ്ട് സം അവിടുത്തെ കറണ്ട് സം കിട്ടുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ലെഫ്റ്റ് സമ്മും കറണ്ട് ഡോട്ട് വാല്യൂവും റൈറ്റ് സമ്മും, അതായത് നമ്മുടെ ഈ ഒരു പാത്ത് കിട്ടുന്നു. 42 എന്ന് വരുന്നു ആൻസർ നമ്മൾ 42 എന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. നേരത്തെ ഉള്ള വാല്യൂസിൽ നിന്ന് നമ്മൾ ആൻസർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ഈ ഒരു പാത്തിൽ നമുക്ക് ഈ റൈറ്റ് സബ് ട്രീയുടെ ഈ ഒരു പാത്തും കൂടെ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് 42 കിട്ടി. അത് വെച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അതും കഴിഞ്ഞ് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക്, ഏറ്റവും ലാസ്റ്റ് കോളിൽ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ലാസ്റ്റ് കോളിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ -10 ആയിരിക്കും ഇത്. ആൻഡ് ലെഫ്റ്റ് സബ് ട്രീ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുന്നു. ലെഫ്റ്റ് സബ് ട്രീന്റെ സമം 9ഉം റൈറ്റ് സബ് ട്രീയുടെ 42 ആണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കറണ്ട് ഡോട്ട് വാല്യൂ നോക്കുമ്പോൾ ആൻസർ നോക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഈ കറണ്ട് ഡോട്ട് വാല്യൂയും കൂടെ കൊണ്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ അപ്ഡേറ്റ് ആവത്തില്ല. കാരണം ഇവിടെ നമുക്ക് ഓൾറെഡി 42 എന്ന് ആൻസറിലുണ്ട്. ഓക്കെ, ആൻസറിൽ 42 ഉണ്ട്. അതിന്റെ കൂടെ ഇനി ഈ -10 + 9 -1 ആണ്. അപ്പൊ 41 ആവും. ഈ ഒരു കറണ്ട് സം എന്ന് പറയുന്നത് 41 ആവും നമ്മൾ ഈ ഒരു ഫുൾ പാത്ത് നോക്കുമ്പോഴത്തേക്ക്. ഓക്കെ, ഇങ്ങനെ ഒരു പാത്ത് നോക്കുമ്പോഴത്തേക്ക് 41 ആവും. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കറണ്ട് ഡോട്ട് വാല്യൂ ഇത് റിട്ടേൺ ചെയ്യുന്നതുകൊണ്ട് ഇവിടുത്തെ മാക്സ് ഈ പാത്തായിരിക്കും എടുക്കുന്നത്. ഈ പാത്ത് എടുക്കത്തില്ല. ലെഫ്റ്റും റൈറ്റിന്റെയും മാക്സ് വെച്ച് നമ്മൾ റിട്ടേൺ ചെയ്തുകൊണ്ട് ഈ പാത്തായിരിക്കും നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ എന്ത് പറ്റി? ഇത് രണ്ടും നോക്കി, എന്നിട്ട് ഇത് നോക്കി. അപ്പോൾ നമ്മൾ ആ പാത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 41 അല്ല, സോറി,
ഈ 20, 15, -10, 9 ആണ് വേറൊരു പാത്ത് ഉള്ളത്. അതായത് 20, 15, 7 എന്ന് പറഞ്ഞൊരു പാത്തുണ്ട്. ഓക്കെ, 20, 15, 7 എന്ന് പറഞ്ഞൊരു പാത്തുണ്ട്. 20, 15, 7 എന്ന് പറഞ്ഞ ഒരു പാത്തുണ്ട്. പിന്നുള്ളൊരു പാത്ത് എന്താണ്? 9, -10, 20, 15 ഉണ്ട്. 9, -10, 27 ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്തത് മാക്സിമം പാത്ത് ആയതുകൊണ്ട് ഈ പാത്താണ് നമ്മൾ റിട്ടേൺ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്ത് ഇവിടുന്ന് റിട്ടേൺ ആയി 20, 15. അതിൻ്റെ കൂടെ -10, 9 കൂടെ വന്നു. എന്നാലും 42ന്റെ മുകളിൽ വരത്തില്ല. 35 -1 34 വരത്തുള്ളൂ. അപ്പൊ പിന്നെ ആൻസർ നോക്കുമ്പോഴത്തേക്ക് 42നെക്കാട്ട് ലെസർ ആയതുകൊണ്ട് ആൻസർ അപ്ഡേറ്റ് ആവത്തില്ല. ആൻസർ 42 തന്നെ നിൽക്കുന്നു. ആ 42 നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, സോ അതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. ഈ ഒരു DFS വഴി നമ്മൾ ഓരോ ലെവലിലും നോക്കുന്നു. നമ്മൾ ലെഫ്റ്റ് സമ്മും റൈറ്റ് സമ്മും കാൽക്കുലേറ്റ് ചെയ്യുന്നു. 0 നെഗറ്റീവ് വാല്യൂസ് ഉള്ളതുകൊണ്ട് നെഗറ്റീവ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാതെ 0 വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നു ലെഫ്റ്റ് സമ്മും റൈറ്റ് സമ്മും. എന്നിട്ട് കറണ്ട് വാല്യൂ നമ്മൾ കറണ്ട് സം വെച്ച് നമ്മൾ കറണ്ട് സം വെച്ച് ലെഫ്റ്റ് സം പ്ലസ് കറണ്ട് ഡോട്ട് വാല്യൂ പ്ലസ് റൈറ്റ് സം എന്ന് എടുക്കുന്നു. എന്നിട്ട് അതിനെ നമ്മൾ ആൻസർ വേരിയബിൾ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു മാക്സിമം വാല്യൂ. എന്നിട്ട് പാത്തിന് വേണ്ടി നമുക്ക് ലെഫ്റ്റ് ഓർ റൈറ്റ് വിച്ച് എവർ ഇസ് മാക്സിമം, ആ മാക്സിമം വിത്ത് കറണ്ട് ഡോട്ട് വാല്യൂ വെച്ച് നമ്മൾ റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സോ അതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, യാ, താങ്ക് യു.